അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ കാലത്തിന് ശേഷമുള്ളൊരു വ്ളോഗാണ്, കുറേ ഒരു ഗ്യാപ്പ് വന്നു. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ജസ്റ്റ് ഒരു ട്രിപ്പ് പോവുകയാണ്. എങ്ങോട്ടാണെന്നും അങ്ങനെ പ്ലാൻ ചെയ്ത് പോവല്ല, നമ്മൾ ജസ്റ്റ് ചെറിയ യാത്ര അങ്ങനെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു ചെറിയ വ്ളോഗാണിത്. അങ്ങനെ അത് നമുക്ക് അപ്പോൾ ഞങ്ങൾ അവസാനം വയനാട് പോകാൻ തീരുമാനിച്ചു. അപ്പം ഏകദേശം താമരശ്ശേരി എത്താറായി. ഇനി അവിടെ ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് ഹൗസ് റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുകയാണ്. കാണിച്ചു തരാം. ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. 2 പൊറോട്ടയും കടലക്കറിയും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പൊറോട്ടയും കടലക്കറിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതെത്തി. ഇനി ഞങ്ങൾ കഴിക്കട്ടെ. നല്ല ചൂട് പൊറോട്ടയും കടലക്കറിയും കാപ്പിയും. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല ഭക്ഷണമായിരുന്നു അല്ലേ. നല്ല ക്ലൈമറ്റ് ആട്ടോ വയനാട്. നല്ല അത്യാവശ്യം തണുപ്പുണ്ട്. മഴയൊക്കെ പെയ്തപ്പോൾ ചെറിയ നല്ല തണുപ്പും നല്ല കാലാവസ്ഥയാണ്. എല്ലാവർക്കും യാത്ര ചെയ്യാൻ പറ്റിയ ക്ലൈമറ്റാണ്. നല്ല കോടയുണ്ട്. അങ്ങനെ ഞങ്ങൾ ചുരം കയറാൻ തുടങ്ങി. നല്ല നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. നല്ല ഞങ്ങൾ വയനാട്ടിലോട്ട് പ്രവേശിച്ചിരിക്കുന്നു. എന്നൂര് ഗോത്ര പൈതൃക ഗ്രാമം പൂക്കോട് വയനാട് അവിടെ എത്തി. ഒന്ന് അവിടെ നിന്ന് കറങ്ങി വരാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ വെറ്റിനറി കോളേജില്ലേ അവിടെയാണ്. അങ്ങനെ ചെറിയ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി നേരെ ടിക്കറ്റ് എടുക്കാൻ പോയി. ടിക്കറ്റ് അവിടെ എടുക്കുമ്പോൾ 2 കൗണ്ടറുണ്ട്. ഒന്ന് മെയിൻ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം, അത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്നൂരിലേക്ക് നമ്മുടെ ഷട്ടിൽ സർവീസ് ത്രൂ ജീപ്പിലോട്ട് കൊണ്ടുപോകുന്ന അതിൻ്റെ ടിക്കറ്റ് കൊടുക്കണം, കൂപ്പൺ എടുക്കണം. അങ്ങനെ അതൊക്കെ എടുത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ, അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 14 ടോക്കൺ നമ്പർ കിട്ടിയത്. അപ്പോൾ ടോക്കൺ എടുത്തു. പിന്നെ കുറേ നേരം അവിടെ അങ്ങനെ ജീപ്പ് വരുന്നതും ഓരോരുത്തർ ജീപ്പിലോട്ട് കയറുന്നതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നു. കയറി ഒരു കാര്യം പറയാൻ മറന്നു. 50 റുപ്പീസാണ് ഒരു അഡൽറ്റിൻ്റെ ടിക്കറ്റ്. അതുപോലെ ഷട്ടിൽ സർവീസിന് 30 റുപ്പീസ്. അങ്ങനെ ഞങ്ങൾ എൻട്രൻസിൻ്റെ അവിടെ എത്തി. നല്ല കിഡിലൻ വ്യൂ ആയിരുന്നു. അങ്ങനെ ജീപ്പിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങളിവിടെ എത്തി. എന്നൂരിൽ ഉള്ളിൽ കയറിയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. ഓരോന്നിനും പ്രത്യേക ടോക്കണാണ്. ഷട്ടിൽ സർവീസിന് ടോക്കൺ എടുക്കണം, പക്ഷേ ടിക്കറ്റ് ഒരുമിച്ച് കിട്ടും. നല്ലൊരു ക്ലൈമറ്റ് അവിടെ. ഭയങ്കര തണുപ്പില്ല, നല്ല ചൂടുമില്ല. നമുക്കിങ്ങനെ എൻജോയ് ചെയ്ത് നടക്കാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റ്. നല്ല രസം. നല്ല ടോപ്പിലാണിത്. നല്ല അടിപൊളി സ്ഥലം. ഇപ്പോൾ വരാൻ പറ്റിയ സ്ഥലം. വലിയ തണുപ്പില്ല, എന്നാൽ പാകത്തിന് തണുപ്പുണ്ട്. നമുക്കിങ്ങനെ നടന്ന് ആസ്വദിക്കാം. കഴിക്കാം. ഒന്ന് മതി. നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു മാർക്കറ്റില്ല, ചെറിയ കുറച്ച് ഇവരുടെ ട്രൈബൽ മാർക്കറ്റ്, അവരുടെ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ കിട്ടുന്ന ഒരു ചെറിയൊരു ഭാഗം ആണുള്ളത്. അതിന് ഓരോ ഷോപ്പിനും ഓരോ വെറൈറ്റി പേരാണ്. ഒരു ഷോപ്പിൻ്റെ പേര് വരതാണ്. അങ്ങനെ ചെറിയ ചെറിയ ഹട്ടുകളിൽ ഇങ്ങനെയുള്ള കുറച്ച് ഷോപ്പുകളാണ്. അവരുടെ ഓരോ സാധനങ്ങളാണ് ട്രൈബൽ പ്രൊഡക്ട്സ്. പിന്നെ അങ്ങനെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ.
അപ്പുറത്തേക്ക് എന്തൊക്കെയോ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ബീട്രൂട്ടും റോസ്മേരിയൊക്കെ വാങ്ങിയിട്ട് ബീട്രൂട്ട് അരച്ച് മുഖത്തൊക്കെ തേച്ച് സൗന്ദര്യം വർദ്ധിക്കാൻ. അങ്ങനെ എന്നൂരിൽ ഞങ്ങൾ ഇറങ്ങി. ഇനി ഞങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും കുടിച്ചൊന്ന് ഫ്രഷായി ഇനി കുറുവ ദ്വീപിലേക്ക് പോയാലും അടുത്തുള്ള ഒരു ചെറിയ ഹോട്ടൽ, ഒരു ബേക്കറി, അവിടെ വന്നിട്ട് നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും കുടിക്കാൻ പോവാണ്. ഒരു കേക്ക് കണ്ടപ്പോൾ കഴിക്കാനൊരാഗ്രഹം, ഒരു ചെറിയ കേക്ക് വാങ്ങിച്ചു. ഒരു ചെറിയൊരു ബേക്കറി. ഞങ്ങൾ കുറുവ ദ്വീപിലെത്തി. സമയം ഏകദേശം ഒരു 1:15 എത്തിയത്. അവിടെ നിന്ന് നമ്മൾ ഡയറക്റ്റ് ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് കയറണം. എന്തായാലും ബാക്കി കാഴ്ചകൾ കാണിക്കാം. അപ്പോൾ അതിൻ്റെ അടുത്ത് പോയി ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ ഹോട്ടലിൽ ചായ കുടിക്കാൻ കയറി നേരത്ത്. അപ്പോൾ എന്തായാലും കാണാം. അപ്പോൾ കുറുവ ദ്വീപ് ക്ലോസ്ഡ് ആണ്, ആനേൻ്റെ ഇഷ്യൂ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ ബാംബൂ റാഫ്റ്റിങ്ങിന് 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. എന്തായാലും തണുപ്പുണ്ട് കേട്ടോ. ഉച്ചയാണെന്നുണ്ടെങ്കിലും ചെറിയ തണുപ്പുണ്ട്. വെയിലുണ്ട്, പക്ഷെ ഒരു കാറ്റിന് നല്ലൊരു തണുത്ത കാറ്റാണ്. അയ്യോ, നല്ല അടിപൊളി ഫുഡായിരുന്നു. വീട്ടില് അടിപൊളി സെറ്റ്. ഞങ്ങള് ബാംബൂ റാഫ്റ്റിന്റെ മുകളിൽ കയറി. അപ്പൊ ഞങ്ങള് കുറുവ ദ്വീപിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മള് ബാണാസുര പോകാനുള്ള പ്ലാൻ ആയിരുന്നു, പക്ഷെ വയ്യ. അപ്പൊ നമ്മള് പിന്നെ പെട്ടെന്നുള്ളൊരു ട്രിപ്പായതുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് സെറ്റപ്പ് സ്റ്റേ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ താൽക്കാലികമായിട്ട് മാനന്തവാടി ഒരു റൂം എടുത്തിട്ടുണ്ട്.
അവിടെ. അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വൈകുന്നേരം കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ അവിടെ അപ്പോൾ മാനന്തവാടി എത്തി. ഞങ്ങൾ റൂം എടുത്തു. ജസ്റ്റ് ലഗേജൊക്കെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫുഡ് വെക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. ക്ലൈമറ്റ് നന്നായിട്ട് മാറി. പുറത്തൊക്കെ നല്ല തണുത്ത അന്തരീക്ഷമായിട്ട്, കാറ്റൊക്കെ ഭയങ്കര തണുപ്പുണ്ട്. നല്ല നല്ല ക്ലൈമറ്റാണ്. അപ്പം ഇനിയിപ്പോൾ ഒരു ഹോട്ടലിൽ കയറണം, എന്തെങ്കിലും കഴിക്കണം. കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഫിലിം, ഒരു സിനിമയ്ക്ക് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ ഒരു തിയേറ്ററിൽ. അത് കാണണം. അത് കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ പരിപാടി കഴിയും. ബാക്കി പിന്നെ നാളെ. അപ്പോൾ നമുക്ക് കഴിക്കാൻ പോവാം.